വിശുദ്ധ ഖുർആനിലെ അത്ഭുതങ്ങൾ നിറഞ്ഞ 7 ആയത്തുകൾ അള്ളാഹുവിനോട് ഏറെ ഇഷ്ടമുള്ള ആളുകൾ ഓതുന്ന ആയത്തുകളാണത്. മാത്രമല്ല, ഓരോ ആയത്തുകൾ ഓതുമ്പോഴും അള്ളാഹു നിങ്ങളോട് സംസാരിക്കും. ഈ ആയത്തുകൾ ഓതുമ്പോൾ അള്ളാഹു നിങ്ങളോട് സംസാരിക്കും. ആ സംസാരം ഇന്ന് വരെ ആസ്വദിക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ സംസാരം ഒരു മനുഷ്യൻ ആസ്വദിക്കാൻ കഴിഞ്ഞാൽ അവന് പിന്നെ എന്ത് ടെൻഷൻ, അവന് പിന്നെ എന്ത് പ്രയാസം, അവൻ സ്വർഗം അനുഭവിക്കില്ലേ? ഇൻഷാ അല്ലാഹ് ആ 7 ആയത്തുകൾ ഏതാണെന്ന് പഠിക്കണം. മാത്രമല്ല, ഈ ആയത്തുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അഖിലനിഖില പ്രശ്നങ്ങളും ഇല്ലാതാകും. സമാധാനം നമ്മളെ തേടി വരും. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും വീടില്ലേ, അള്ളാഹ് വീട് തരും. കടാണോ, കട അള്ളാഹ് വീട്ടിൽ തരും. മക്കളെ കെട്ടിക്കണോ, അള്ളാഹ് വഴിയൊരുക്കി തരും. എന്ത് വിഷയമായിക്കോട്ടെ, എന്ത് ടെൻഷനായിക്കോട്ടെ, അതൊക്കെ മാറ്റിത്തരും. രോഗമാണോ, അള്ളാഹ് ശിഫയാക്കി തരും. എത്ര വലിയ പ്രയാസമാണെങ്കിലും അള്ളാഹു നീക്കിത്തരുന്ന വളരെ വളരെ അത്ഭുതം നിറഞ്ഞ 7 ആയത്തുകൾ ഇന്ന് മുതൽ നമ്മളത് പതിവാക്കണ്ടേ? അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും നല്ലൊരു നിയ്യത്ത് വെച്ചിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. പടച്ച റബ്ബ് അവൻ്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായ നല്ല പോസിറ്റീവ് വൈബുള്ള ഒരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാ പ്രയാസങ്ങളും കരുണക്കടലായ നാഥൻ ഈ സദസ്സിൻ്റെ ബറക്കത്തുകൊണ്ട് നീക്കി തരുമാറാകട്ടെ. നമ്മളിന്ന് വളരെ വളരെ മഹത്വം നിറഞ്ഞ 7 ആയത്തുകളെക്കുറിച്ച് പഠിക്കുകയാണ്. കൃത്യം 7:15 നടക്കുന്ന വൈകുന്നേരം 7:15 നടക്കുന്ന നമ്മുടെ മജ്ലിസിൽ കൃത്യമായിട്ട് പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് നഷ്ടപ്പെടുത്തി കളയില്ലല്ലോ. എല്ലാവരും പങ്കെടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ അറിയിക്കുക. നമുക്ക് ഇൻഷാ അല്ലാഹ് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹു റബ്ബുൽ ആലമീൻ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ്, ആ മദഹിൻ്റെ ബറക്കത്തുകൊണ്ട് അവിടുത്തെ മദദ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് അള്ളാഹനെ ഇഷ്ടപ്പെടുന്നവർ ഓതുന്ന 7 ആയത്തുകളുണ്ട്. ഇതോതിക്കഴിഞ്ഞാൽ അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടും. മാത്രമല്ല, ഓരോ ആയത്തിലും അള്ളാഹു നമ്മളോട് സംസാരിക്കും. അള്ളാഹു നമ്മളോട് സംസാരിക്കും. ഇന്ന് വരെ അങ്ങനെ ഒരു സംസാരം നമുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ പറ്റണം. അള്ളാഹു എന്താണ് നമ്മളോട് പറയുന്നത്? എങ്ങനെയാണ് പടച്ചോൻ്റെ സംസാരം നമുക്ക് ആസ്വദിക്കാൻ കഴിയുക? ഏതൊക്കെയാണ് ആ 7 ആയത്തുകൾ? നമുക്കൊന്ന് പഠിച്ചാലോ? നമുക്കൊന്ന് പഠിക്കല്ലേ? ആ 7 ആയത്തുകൾ ഏതാണ്? ആ 7 ആയത്തുകൾ ഒരൊറ്റ സൂറത്താണ്. ഒരൊറ്റ സൂറത്ത് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ 113 അധ്യായങ്ങളും കൂടെ ഒരൊറ്റ അധ്യായത്തിൽ മേളിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് ഈ 7 സൂറത്തുകളും കൂടെ ചേർന്ന ഒരൊറ്റ സൂറത്ത്. പറഞ്ഞു മനസ്സിലായില്ല? ഖുർആനിൽ മൊത്തം 114 സൂറത്തുകളുണ്ട്. അതിൽ 113 കൂടെ അതിൻ്റെ മൊത്തത്തിലുള്ള ആശയം എന്താണോ അത് ഈ ഒരൊറ്റ ചെറിയ സൂറത്തിലുണ്ട്. അതാണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ വിശുദ്ധ ഖുർആനിലെ ബാക്കിയുള്ള മുഴുവൻ സൂറത്തുകളിൽ പറയുന്ന കാര്യങ്ങളും കൂടെ ഈ ചെറിയ 7 ആയത്തുകളിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൻ്റെ മനോഹരമായ ഒരു നാമം കൂടെ ഉണ്ടല്ലോ, ഉമ്മുൽ ഖുർആൻ. ഖുർആനിൻ്റെ ഉമ്മ എന്നാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് നമ്മളൊക്കെ ഉമ്മയിൽ നിന്നാണ്. ഇപ്പോൾ ഖുർആനിലെ ബാക്കിയുള്ള സൂറത്തുകളൊക്കെ ഈ ഉമ്മയാകുന്ന സൂറത്തുൽ ഫാത്തിഹയിൽ നിന്നാണ്. എന്താ അത്ര വലിയ അത്ഭുതം ഫാത്തിഹയ്ക്ക്? അള്ളാഹുവിന് അത്ര ഇഷ്ടമാണ് ഈ ഫാത്തിഹയെ മനസ്സറിഞ്ഞ് ഇഖ്ലാസോടെ ഫാത്തിഹ എന്ന നിലക്ക് റബ്ബിനോട് സംസാരിക്കാൻ. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. അള്ളാഹിനെ സ്നേഹിക്കുന്നവർക്കേ പറ്റുള്ളൂ. അതൊരു വൈബാ. പടച്ചോനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാലേ അത് എല്ലാവർക്കും കിട്ടുന്നൊരു പരിപാടിയല്ല. പടച്ചോനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളൊക്കെ അങ്ങ് മാറ്റിത്തരും. ഉറപ്പല്ലേ? ഒരു പ്രയാസവും പിന്നെ നമുക്ക് ഒരു വിഷയം പോലും നമുക്ക് പ്രയാസമായിട്ട് തോന്നൂല നമ്മൾ അള്ളാഹിനെ അങ്ങ് പ്രണയിച്ചു കഴിഞ്ഞാൽ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസുണ്ട്. നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേ നമ്മൾ ഈ സൂറത്തുൽ ഫാത്തിഹ ഓതുന്ന സമയത്ത് അള്ളാഹു പടച്ച റബ്ബ് നമ്മളോട് സംസാരിക്കുമെന്നാണ്. ഇന്ന് വരെ നിങ്ങൾ ആ സംസാരം കേട്ടിട്ടുണ്ടോ? എന്താ അള്ളാഹ് പറയുന്നത്? ഫഇദാ ഖാലൽ അബ്ദു, അടിമ പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന ഫാത്തിഹയിലെ ആ ആയത്ത് അടിമ ഓതിക്കഴിഞ്ഞാൽ ഖാല തആല ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിട്ടുണ്ട്. അല്ലാഹ് പറയും എൻ്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. വഇദാ ഖാല അർ റഹ്മാനുർ റഹീം,
അർ-റഹ്മാനുർ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഖാല തആല, അള്ളാഹ് പിന്നെയും പറയും അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ വീണ്ടും ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. എൻ്റെ അടിമ വീണ്ടും ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ വഇദാ ഖാല മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ന അലയ്യ അബ്ദി, എൻ്റെ അടിമ എന്നെ ഇതാ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. പടച്ചു നമ്മളെ വിളിക്കുകയാണ്, എൻ്റെ അടിമ, എൻ്റെ അടിമ, എൻ്റെ അടിമ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സാധാരണ നമുക്കിടയിൽ തന്നെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കുമ്പോൾ എൻ്റെ മുത്തേ എന്ന് കെട്ടിയോ വിളിച്ച് എന്ത് സ്നേഹമായിരിക്കും നമ്മൾ, അല്ലേ? അല്ല, നമ്മൾ തിരിച്ച് എൻ്റെ ഇക്കുവിടെ ഇങ്ങനെയൊക്കെ നമ്മൾ സ്നേഹത്തോടെ പറയുമ്പോൾ ആ ഒരു വൈകാരികത ഉണ്ട്, അതിനൊക്കെ വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് അനുഭവപ്പെടുക. എന്നാൽ നമ്മളെ പടച്ച നാഥൻ വിളിക്കാൻ എൻ്റെ അടിമ എന്നെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെയോ വഖാല മറ ഫവ്വള ഇലയ്യ അബ്ദീ സുബ്ഹാനക യാ റബ്ബ്, എൻ്റെ അടിമ അവൻ്റെ മുഴുവൻ കാര്യങ്ങളും എന്നിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്നും കൂടെ പറയും മാലിക് യൗമിദ്ദീൻ എന്ന് പറഞ്ഞ പടച്ച റബ്ബിനെ നമ്മൾ മഹത്വപ്പെടുത്തുമ്പോൾ. എന്നിട്ട് വഇദാ ഖാല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാൽ ഹാദാ ബൈനി വ ബൈന അബ്ദി, ഇതാണ് എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ളൊരു കരാറ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥമൊക്കെ നമ്മൾ ഉടനെ ശേഷം പറയുന്നുണ്ട്. ഇതാണ് എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിലുള്ള കരാറ്. എന്നിട്ട് പറയാം വലി അബ്ദി മസാൽ, എൻ്റെ അടിമ ചോദിക്കുന്നത് അവന് കിട്ടും. എൻ്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കും. പിന്നെ നമ്മൾ ചോദിക്കാണ് പടച്ചവനോട്, എന്താ ചോദിക്കണേ? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാദാ ലി അബ്ദി, എൻ്റെ അടിമക്ക് ഇതുണ്ട്. അവൻ ചോദിച്ചില്ലേ, ഇപ്പം ചോദിച്ചില്ലേ, അവൻ ചോദിച്ചത് അവനുണ്ട്. വലിയ അബ്ദി മസാൽ, എൻ്റെ അടിമ എന്താണ് എന്നോട് ചോദിച്ചത് അതവനുണ്ട് എന്ന് അള്ളാഹു പറയും, പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് വരെ നമ്മൾ നിസ്കരിച്ചിട്ട് പടച്ചവനോട് നമ്മൾ വർത്താനം പറഞ്ഞിട്ടുണ്ടോ സഹോദരങ്ങളെ? അള്ള എന്നോട് സംസാരിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ പിന്നെ തനിച്ചാവൂല, അവന് ടെൻഷനില്ല, അവന് സങ്കടമില്ല. ആര് കൈവിട്ടാലും എൻ്റെ നാഥൻ, എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല എന്നുള്ള ഉറച്ച ബോധ്യവനുണ്ട്. അവനെ തോൽപ്പിക്കാൻ ആർക്കാ പറ്റുക? അവന് ടെൻഷനില്ല, അവന് സങ്കടങ്ങളില്ല, അവനൊരു ഒരു പരാതിയും പരിഭവമില്ല. കാരണം അവൻ അള്ളാൻ്റെ അടിമയൻ. അള്ള വിളിക്കുകയാണ് അവനെ സ്നേഹത്തോടെ, അബ്ദീ, എൻ്റെ അടിമയേ. എന്തൊരു വിളിയാണത്! അതുകൊണ്ട് തന്നെ ഇമാമികൾ പറയുന്നുണ്ട്, നമ്മൾ ഈ ഫാത്തിഹ ഓതുമ്പോൾ സ്പീഡിലങ്ങോട്ട് ഓതിപ്പോവാതെ ഓരോ ആയത്തുകൾക്ക് ശേഷം വെയിറ്റ് ചെയ്യണം ഒരല്പം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നമ്മളിങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്യണം, അള്ളാഹുവിൻ്റെ മറുപടി കേട്ട്. എന്നിട്ട് അള്ളാഹ് മറുപടി പറഞ്ഞത് നമ്മുടെ കൽബിൽ ഇങ്ങനെ ഒരു അനുഭവമായിട്ടെടുക്കണം. ആനന്ദമേ, സർവാനന്ദമേ. വല്ലാത്തൊരനുഭൂതി. എൻ്റെ നാഥൻ എന്നോട് മറുപടി പറയാണ്. ഈ സ്വർഗം അനുഭവിക്കാത്തൊരു മനുഷ്യന് നാളെ പരലോകത്തെ സ്വർഗം കിട്ടൂല കേട്ടോ. പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ഒരു 7 ആയത്തുകൾ അത് ആനന്ദമാണ്, ഹൃദയത്തിൻ്റെ ആനന്ദമാണ്, ജീവൻ്റെ ആനന്ദമാണ്, ആത്മാവിൻ്റെ അനുഭൂതിയാണ്, നാഥനായ റബ്ബുമായുള്ള ബന്ധമാണത്. നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മനസ്സിലായില്ലേ, സൂറത്തുൽ ഫാത്തിഹ ഒരു അമൂല്യ നിധിയാണ്. ഇത് വേണ്ടവണ്ണം ഖുർആനിൽ നിസ്കാരത്തിൽ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ ലാ സ്വല ലിമല്ലം യഖറ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ ഓതാത്തൊരു മനുഷ്യന് നിസ്കാരമല്ല. നമ്മളൊക്കെ ഫാത്തിഹ ഓതുന്നുണ്ടല്ലോ, നമുക്ക് നിസ്കാരം ഉണ്ടോ? നമ്മുടെ നിസ്കാരം എന്തർത്ഥം നമ്മുടെ നിസ്കാരത്തിനുള്ളത്? ഫാത്തിഹ ആസ്വദിച്ച് അനുഭവിച്ച് ഓതണം. കേവലം അർത്ഥം പഠിച്ചുകൊണ്ടൊന്നും ഫാത്തിഹ ആവില്ല. ആഴത്തിലേക്ക് ഇറങ്ങിയ ഫാത്തിഹയിൽ ജീവിച്ചുകൊണ്ട് ഫാത്തിഹ ഓതണം. ഫാത്തിഹയിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് പറയാം. അള്ളാഹു നിനക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹ ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥം ചെറിയ നിലക്കൊന്ന് പഠിച്ചിട്ട് അതിൻ്റെ വമ്പൻ മഹത്വങ്ങൾ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. അള്ളാഹു ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ വൈകുന്നേരം 7:15 പരിപാടി മറക്കണ്ട കേട്ടോ. ഏതായാലും നമുക്ക് ഫാത്തിഹയുടെ ചെറിയ നിലക്കുള്ള ഒരർത്ഥം, ഒരു ചെറിയ ആശയം
കേവല പദാനുപത അർത്ഥമൊന്നുമല്ല, ചെറിയൊരു ആശയം പഠിച്ചിട്ട് വിശാലാർത്ഥത്തിൽ തഫ്സീർ നമുക്ക് മറ്റൊരിക്കലും പഠിക്കാം അല്ലേ. ഓരോ ആയത്തുകൾക്കും മാസങ്ങളോളം ചിലപ്പോൾ തഫ്സീർ പറയേണ്ടി വരും. അപ്പോൾ അതൊക്കെ ചുരുക്കിയിട്ടാണ് നമ്മൾ ഒറ്റ ദിവസത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് നടത്താം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് വളരെ ചുരുങ്ങിയ നിലക്കൊന്ന് പഠിച്ചിട്ട് അതിൻ്റെ മഹത്വങ്ങളും കൂടെ അതിൻ്റെ പ്രത്യേകതകളും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ ശ്രമിക്കാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനെ കൊണ്ട് കാവൽ തേടുന്നു, ഞാൻ കാവൽ തേടുന്നു. സാധാരണഗതിയിൽ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ തുടങ്ങുകയാണ്. ബിസ്മില്ല ബാഇൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ വലിയൊരു വര പോലെ കാണും. സാധാരണ നമ്മൾ ബാ എഴുതുമ്പോൾ ഇങ്ങനെ ചെറുതാക്കിയാണെങ്കിൽ ഈ ബിസ്മില്ലയുടെ വാ എഴുതുമ്പോൾ ബാ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചൊരു ദീർഘം പോലെ ഇങ്ങനെ കാണും. അതായത് ബി ഇസ്മില്ല എന്നാണ്. ബി ഇസ്മില്ല എന്നതിന് ചുരുക്കിയാണ് അങ്ങനെ എഴുതിയിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. എങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ നാമം കൊണ്ടാണ് തുടങ്ങുന്നത്? റഹ്മാൻ, ഈ ദുനിയാവിൽ വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അള്ളാഹു. റഹീം, നാളെ പരലോകത്ത് വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്ന അള്ളാഹ്. ആ റബ്ബിൻ്റെ പേരിൽ അങ്ങ് തുടങ്ങാൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും റബ്ബുൽ ആലമീനാണ്. റബ്ബുൽ ആലമീൻ, ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന നാഥൻ. റബ്ബ്, തർബിയത്ത്, റബ്ബ്. ആ റബ്ബാണ് നമ്മളിങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ട് നടക്കുന്ന റബ്ബാണത്. അതിൻ്റെ ആശയതലങ്ങളിലേക്ക് ഇപ്പം ഞാൻ കിടക്കണില്ല, ചുരുക്കി പറയണം. അപ്പോൾ എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവസ്തുതിയും ലോക രക്ഷിതാവായ അള്ളാഹുവിനാണ്. അർ റഹ്മാനിർ റഹീം. അവൻ ആരാണ്? അവൻ റഹ്മാനാണ്, റഹീമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കപ്പെട്ടത്? അത് മറ്റൊരു ചർച്ചയാണ്. ഒരിക്കലും നമുക്ക് സൂറത്തുൽ ഫാത്തിഹയുടെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയണം, തഫ്സീറിലേക്ക് ഇറങ്ങിച്ചേരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാലിക് യൗമിദ്ദീൻ, അന്ത്യനാളിൻ്റെ ഉടമയായ അള്ളാഹ്. അപ്പോൾ ബാക്കിയുള്ള നാളിൻ്റെ ഉടമയല്ലേ? ഈ അന്ത്യനാളിൻ്റെ ഉടമ എന്ന് പറഞ്ഞതിലൂടെ മുഴുവൻ കാര്യത്തിൻ്റെയും ഉടമയാണ് അള്ളാഹ്. അപ്പോൾ എങ്ങനെ പറയണം? ആദ്യം മുതൽ അന്ത്യം വരെയുള്ള മുഴുവൻ കാര്യങ്ങളുടെയും ഉടമയായ അള്ളാഹ്. അന്ത്യനാളിൻ്റെ ഉടമ എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ ഈ ഒരു അവസാന നാളിൻ്റെയും ഉടമ അള്ളാഹുവാണ്. അങ്ങനെ അപ്പോൾ നമ്മൾ ആ ആയത്തൊക്കെ ഓതുമ്പോഴത്തേക്കും വിനയവിധേയരാകണം. എൻ്റെയും ഉടമ അള്ളാഹുവാണ്. ഞാൻ എത്ര നിസ്സാരനായ അടിമയാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅ്ബുദു, നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞാൻ സഹായം തേടുന്നു. നിന്നെ മാത്രം ആരാധിക്കുന്നു, ആർക്കും ഡൗട്ടില്ല. നിന്നോട് മാത്രം സഹായം തേടുന്നു. അവിടെ ഭൗതികമായതോ അഭൗതികമായതോ അങ്ങനെ ഒരു വേർതിരിവ് ഇസ്ലാമിലില്ല. എല്ലാ സഹായവും ചോദിക്കണത് ആരോടാണ്? അള്ളാഹിനോട് മാത്രമാണ്. അപ്പോൾ ഒരു ഉസ്താദെ സംശയമുണ്ട്, ഞാൻ എൻ്റെ കെട്ടിയോനോട് സഹായം ചോദിക്കാറുണ്ട്, ഞാൻ എൻ്റെ കെട്ടിയോനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അള്ളാഹിനോട് മാത്രമല്ലേ ചോദിക്കാൻ പാടുള്ളൂ? ഞാൻ ഔലിയാക്കളോട് ചോദിക്കാറുണ്ട്. പ്രിയ സഹോദരങ്ങളെ, കെട്ടിയോനാണെങ്കിലും ഉമ്മാനോടാണെങ്കിലും ബാപ്പാനോടാണെങ്കിലും ഡോക്ടറോടാണെങ്കിലും ഔലിയാക്കളോടാണെങ്കിലും മുത്തുനബിയോട് തന്നെയാണെങ്കിൽ പോലും ഏതർത്ഥത്തിലാണ്? അവർക്കൊന്നും സ്വന്തമായിട്ടുള്ള കഴിവില്ല, അല്ല കൊടുത്ത കഴിവിൽ നിന്നാണ് ചോദിക്കുന്നത്. മഹാന്മാരായ സ്വാലിഹീങ്ങളാകുമ്പോൾ അവർക്ക് കുറച്ച് കറാമത്ത് അള്ളാഹു കൊടുക്കും. അതിൽ ചിലപ്പോൾ നമ്മളെ കൊണ്ട് കഴിയാത്ത പല കാര്യങ്ങളും ഉണ്ടാകും. അള്ളാഹു അവർക്ക് അമാനുഷികമായി കൊടുത്തതാണ്, അതിൽ നിന്ന് ചോദിക്കുന്നു. അപ്പോൾ ഉമ്മാനോട് ചോദിച്ചാലും മുത്തുനബിയോട് ചോദിച്ചാലും ഇതൊക്കെ അള്ള കൊടുത്തതിൽ നിന്നാണെന്ന് കരുതിയാൽ ഒരു പ്രശ്നമില്ല. അപ്പോൾ ആരോടാ സഹായതേട്ടം? യഥാർത്ഥത്തിൽ അള്ളാഹിനോടാണ്. ഉമ്മ എനിക്ക് 2 ഇഡ്ഡലി തന്നെ എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഉമ്മ ഇഡ്ഡലി ഉണ്ടാക്കൂല, അള്ള കൊടുത്ത കഴിവുകൊണ്ടാണ് എൻ്റെ ഉമ്മ എനിക്ക് ഇഡ്ഡലി തരുന്നത്. ഓക്കെ, കറക്റ്റായി. അപ്പോൾ യഥാർത്ഥത്തിൽ സഹായതേട്ടം ആരോടാണ്? അള്ളാഹിനോടാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബിയെ എനിക്ക് മറവി രോഗമാണ് മാറ്റിത്തരണം. നബിയാണോ രോഗം മാറ്റണത്? അല്ല, അള്ളാഹുവാണ്. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹുവിൻ്റെ ബോധ്യം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹ് കൊടുത്ത കഴിവുകൊണ്ട് രോഗം മാറ്റിത്തരും.
ആര് കൊടുത്ത കഴിവുണ്ട്? അള്ളാഹ് കൊടുത്ത കഴിവുണ്ട്. അപ്പോൾ ആരാണ് അവിടെ സഹായിക്കുന്നത്? യഥാർത്ഥത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ തന്നെയാണ്. അപ്പോൾ ഇയ്യാക നസ്തഈൻ ക്ലിയറായി. ഇത് മനസ്സിലാക്കാത്തതാണെന്ന് ഈ കേവല സംഘടന തമ്മിൽ തല്ലിനുള്ള കാര്യമൊക്കെ. അള്ളാഹു റബ്ബുൽ ആലമീൻ ബോധം കൊടുക്കുമാറാകട്ടെ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. പടച്ചവനെ, നീ ഞങ്ങളെ നേരായ പാതയിൽ നടത്തണേ അല്ലാ. സിറാത്തല്ലദീന അൻഅംത അലൈഹിം. എന്താണ് നേരായ പാത? ഏതാണ്? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയാണല്ലാ അത്. സിറാത്തുൽ ഖുർആനി വൽ ഹദീസ്, ഖുർആൻ്റെ ഹദീസിൻ്റെ വഴി എന്നല്ല അല്ല പറഞ്ഞത്. പകരം എങ്ങനെ പറഞ്ഞേ? സിറാത്തല്ലദീന അൻഅംത അലൈഹിം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത്? ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും വഴി എന്ന് പറയാതിരുന്നതിൻ്റെ കാര്യം, ഖുർആൻ ഹദീസിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടത്തിന് നമ്മൾ ഖുർആൻ എടുത്ത് വ്യാഖ്യാനിക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ വഴിതെറ്റിപ്പോവും. ഇന്ന് കേരളത്തിൽ ഒരേ പേരിൽ പ്രവർത്തിക്കുന്ന കുറേ സംഘടനകളുണ്ട്. കേവല സംഘടനാ തർക്കത്തിൽ മാറി നിൽക്കുന്ന സുന്നി സംഘടനകളെ കുറിച്ചല്ല ഞാൻ പറയണത്. തൗഹീദ് വിഷയത്തിൽ കാഫിറും മുശ്രിക്കാക്ക പേരെന്താണ്? പേര് ഒരേ പേര് തന്നെയാണ് എല്ലാ സംഘടനകൾക്കും. പക്ഷേ നീ കാഫിറാടാ, ഞാൻ മുസ്ലിമാണ്. അപ്പോൾ അവൻ തിരിച്ചിങ്ങോട്ട് നീയാടാ കാഫിർ, ഞാനാടാ മുസ്ലിം. ഇവരുടെയൊക്കെ വാദം എന്താ? ഞങ്ങൾ ഖുർആൻ്റെയും സുന്നത്തിൻ്റെയും ആളുകളാണ് എന്നാണ്. യാ അല്ലാഹ്, ഖുർആൻ ഒന്നേ ഉള്ളൂ, സുന്നത്തൊന്നേ ഉള്ളൂ. എന്നിട്ട് ഇവർ പരസ്പരം കാഫിറാക്കാണ്. തെളിവെന്താ? ഖുർആനാണ്, ഹദീസാണ്. അപ്പോൾ അവിടെയാണ് പിഴവ് സംഭവിക്കുന്നത്. അതായത് ഖുർആനിലും ഹദീസിലും റിസർച്ച് ചെയ്യാൻ കഴിവുള്ള യോഗ്യതയുള്ള ഇമാമിങ്ങൾ എന്തു പറഞ്ഞു, സ്വഹാബത്ത് എന്തു പറഞ്ഞു, താബിഈ എന്തു പറഞ്ഞു, തബഉ താബിഈങ്ങൾ എന്തു പറഞ്ഞു, ഇവരുടെ ആശയത്തെ പിന്തുടരുന്നവരാണ് അഹ്ലുസുന്നയുടെ വാക്ചാക്കൾ. ഇവരൊക്കെ തട്ടിത്തെറിപ്പിച്ച് സ്വന്തം വ്യാഖ്യാനം ഖുർആനിനും ഹദീസിനും ഈ അല്പജ്ഞാനികൾ കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ അദാബ് ഇറങ്ങാൻ തുടങ്ങിയത്. ഇവർ പരസ്പരം കാഫിറും മുശ്രിക്കാക്കാൻ തുടങ്ങിയത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന അനുഗ്രഹിക്കപ്പെട്ടവരുടെ പാത ഏതാണ്? അത് ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും പാത തന്നെയാണ്. പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? നേരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇവരുടെ പാതയത്തിലേക്ക് നമ്മൾ കയറിയാൽ നമ്മുടെ റൂട്ട് ക്ലിയറായി. അതുകൊണ്ടല്ലേ നമ്മൾ മദ്ഹബ് അംഗീകരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ മദ്ഹബ് അംഗീകരിക്കുന്നത്. വ്യത്യസ്ത വീക്ഷണത്തിലുള്ള ഹദീസുകളെ നമുക്ക് മുമ്പിൽ കൃത്യമായി വരച്ച് കാണിച്ച മദ്ഹബിൻ്റെ ഇമാമുകൾ, അവരെ നമ്മൾ അംഗീകരിക്കുന്നതിലൂടെ നമ്മൾ യഥാർത്ഥ ഖുർആനിൻ്റെയും ഹദീസിൻ്റെ അഹ്ലുകാരായി. ഇവരൊക്കെ തള്ളിയിട്ട് സ്വന്തമായിട്ട് ഖുർആൻ വ്യാഖ്യാനിക്കാൻ തുടങ്ങി നമ്മൾ വഴിതെറ്റിയുമ്പോൾ ഇതിന് വലിയ വിശദീകരണം വേണ്ട സ്ഥലങ്ങളാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കടക്കുന്നില്ല, വളരെ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സിറാത്തല്ലദീന അൻഅംത അലൈഹിം, അള്ളാഹ് അനുഗ്രഹിച്ചവർ. അതാരാണ് അള്ളാഹ് അനുഗ്രഹിച്ചവർ? അതിൽ അമ്പിയാക്കളുണ്ട്, ശുഹദാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, ഔലിയാക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ മഹാത്മാക്കളുടെയൊക്കെ പാത മനസ്സിലാവുന്നുണ്ടോ? ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇടയായ ആളുകളുടെ പാതയല്ല, ആ പാതയിൽ പെടുത്തല്ലേ അല്ലാഹ്. വലല്ലാലീൻ, അപ്പോൾ ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹ് കോപിച്ചവരുടെ പാതയല്ല. വലല്ലാലീൻ, അവൻ്റെ ശാപത്തിന് ഇടയായ ആളുകളുടെയും പാതയല്ല. അവസാനം ആമീൻ. ആമീൻ എന്ന് പറഞ്ഞാൽ എന്താ? നീ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാ എന്നാണ്. അപ്പോൾ ഈ മനോഹരമായ സൂറത്തിന് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ആ അത്ഭുതങ്ങളിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം, ഒരു 10-20 അല്ലെങ്കിൽ 10-25 മാത്രം വളരെ ചുരുക്കിയെന്ന് പറയട്ടെ. ഒന്നാമത്തെ പ്രത്യേകത ഉമ്മുൽ ഖുർആനാണ്. ഉമ്മയാണ് ഖുർആനിൻ്റെ. ഖുർആനിൻ്റെ ഉമ്മ എന്ന പേര് ലഭിച്ചിട്ടുള്ളത് സൂറത്തുൽ ഫാത്തിഹക്കാണ്. രണ്ടാമത്തേത് തൗറാത്തിലും ഇഞ്ചീലിലും സബൂറിലും ഇതുപോലൊരു സൂറത്തില്ല. അത് ഖുർആനിൻ്റെ പ്രത്യേകതയാണ്, സൂറത്തുൽ ഫാത്തിഹ. മൂന്നാമത്തേത് വിശ്വാസികൾ ഏറ്റവും കൂടുതൽ ഓതുന്ന സൂറത്താണ്. ഒരു ദിവസം നിർബന്ധമായിട്ട് 17 തവണ നമുക്ക് ഓതണം. ബാക്കി അല്ലാതെ നമ്മളിപ്പോൾ എത്ര അൽഫാത്തിഹ വിളിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ ഓതുന്ന സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത സബ്ഉ ബസാനിയാണ്. 2 തവണയായി ഇറക്കപ്പെട്ട 7 ആയത്തുകളാണ്. 2 തവണ ഇറങ്ങിയിട്ടുണ്ട് സൂറത്തുൽ ഫാത്തിഹ, 2 തവണ ഇറങ്ങിയിട്ടുണ്ട്. അത് സൂറത്തുൽ ഫാത്തിഹയുടെ മാത്രം പ്രത്യേകതയാണ്. അഞ്ചാമത്തേത് ഇത് ഇറക്കപ്പെട്ടത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചയുടെ മാറ്റുകൂട്ടുന്ന മനോഹരമായ സൂറത്താണ്. ആറാമത്തേത് 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് സൂറത്തുൽ ഫാത്തിഹ ഇറക്കപ്പെട്ടതെന്നാണ്. യാ അല്ലാഹ്, 70,000 മലക്കുകൾ അകമ്പടി സേവിച്ച് കൊണ്ടുവരണമെങ്കിൽ ആ ഫാത്തിഹയുടെ മഹത്വം എത്രയാണ്! അപ്പോൾ എത്ര വലിയ സാധനം നമ്മുടെ കയ്യിലിരിക്കണേ, എന്നിട്ട് ഉപയോഗിക്കാൻ അറിഞ്ഞില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ വിഡ്ഢികളാരാണ്? സുബ്ഹാനല്ലാഹ്. മറ്റൊരു പ്രത്യേകതയുണ്ട്, ബാഹ്യമായ 1000 ഫലങ്ങൾ ഫാത്തിഹയ്ക്കുണ്ട്, ആന്തരികമായ 1000 ഫലങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ബാഹ്യമായും ആന്തരികമായും ഒക്കെ സ്ഫുടം ചെയ്തെടുക്കുന്ന 2000 ഫലങ്ങൾ ഈ ഒരൊറ്റ ഫാത്തിഹ ഒരു തവണ ഓതുന്നതിലൂടെ വേണ്ട വിധത്തിൽ ഓതിയാൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. പക്ഷെ എത്ര പേര് അങ്ങനെ ഓതുന്നുണ്ട് എന്നുള്ളത് സംശയമാണ് കേട്ടോ. 2000 എന്നല്ല, ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ ഉണ്ടെന്നാണ് മഹാത്മാക്കൾ പറയുന്നത്. എട്ടാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 30ഓളം പേരുകൾ, ഓരോ പേരിനും അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വങ്ങൾക്കനുസൃതമായി 30ഓളം പേരുകളുണ്ട്. 9ാമത്തേത് ഒരു തവണ ഓതിയാൽ ഒരു ഖത്മ് തീർത്ത പ്രതിഫലമാണത്രേ. സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ ഓതണം ഇല്ലേ ഖത്തമിൻ്റെ കൂലി ലഭിക്കാൻ. എന്നാൽ സൂറത്തുൽ ഫാത്തിഹ ഒരു തവണ ഓതിയാൽ
ഒരു ഖത്തുമു തീർത്ത പ്രതിഫലമാണ് അത്ര. യാ അല്ലാഹ്. 10-ാമത്തേത് 7 ആയത്തുകളാണ് സൂറത്തുൽ ഫാത്തിഹയിലുള്ളത്. 7 ആയത്തുകൾ 7 നരക കവാടങ്ങളെ അടച്ചു കളയും. മറ്റൊരു പ്രത്യേകത, ഈ ഫാത്തിഹ 8 സ്വർഗ കവാടങ്ങളെ നമുക്ക് മുമ്പിൽ തുറന്നു തരും. 12-ാമത്തേത് ശിഫാഉം മിൻ കുല്ലി ദാ, എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ്. ഒരു പ്രയാസം വരുമ്പോൾ സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ പ്രയോഗിക്കുക. രോഗം വരുമ്പോൾ നിങ്ങൾക്കൊരു പ്രയാസം, ഒരു രോഗം ഉണ്ടായി, സൂറത്തുൽ ഫാത്തിഹ ഓതി നോക്ക്. മരുന്ന് കഴിക്കുന്നതിനോടൊപ്പമൊക്കെ സൂറത്തുൽ ഫാത്തിഹ ഒരു ആത്മീയ മരുന്നായിട്ടെടുത്ത് കഴിച്ചു നോക്ക്, മാറും. ഒരേ ഒരു രോഗത്തിനൊഴികെ മരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 13-ാമത്തേത് വിഷം കയറിയ മനുഷ്യൻ വിഷമേറ്റ് കഴിഞ്ഞാൽ മന്ത്രിക്കുക. സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചാൽ വിഷത്തിൽ നിന്ന് മോചനമുണ്ടാകും. ആ വിഷമേറ്റതിൽ നിന്ന് മോചനം ലഭിക്കുമെന്നാണ്. ഇത് ഒരുപാട് പ്രയാസങ്ങൾക്ക് മരുന്നാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ രോഗത്തിൽപ്പെട്ടതാണ് തലവേദന മുതൽ ക്യാൻസർ വരെ. എല്ലാത്തിനും പ്രയാസമുണ്ട്, എല്ലാത്തിനും പരിഹാരമുണ്ട്, എല്ലാ പ്രയാസങ്ങൾക്കും സൗഖ്യമുണ്ട് എന്നുള്ളതാണ്. ഇത് സ്വഹാബത്ത് പരീക്ഷിച്ചിട്ടുണ്ട്. അതായത് സ്വഹീൽ ബുഖാരിയിൽ തന്നെ നമുക്കൊരു സംഭവം കാണാമല്ലോ. സ്വഹാബത്ത് ഒരു യാത്ര പോവാണ്, കുറച്ച് പേര് ഒരു നാട്ടിലെത്തി. ആ നാട്ടുകാരൊന്നും ഇവരെ മൈൻഡ് ചെയ്യണില്ല. സ്വഹീൽ ബുഖാരിയിലെ ഹദീസാണ്, മൈൻഡ് ചെയ്യണില്ല അവരൊന്നും. അപ്പോൾ ഇവർക്ക് ഭയങ്കര വിഷമമായി. അവർ ഒരു സഹായം ചെയ്തു കൊടുക്കുന്നില്ല. അപ്പോഴാണ് ആ നാട്ടിലെ ഒരാൾ ഓടി വന്നിട്ട് പറയുന്നത്, നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടോ? ഞങ്ങളുടെ ഗ്രാമമുഖ്യന് വിഷമേറ്റിട്ടുണ്ട്, തേളം എന്തോ കടിച്ചതാണ്, വിഷമേറ്റിട്ടുണ്ട്. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, മന്ത്രിക്കുന്ന ആളൊക്കെ ഉണ്ട്, റെഡിയാണ്, പക്ഷേ കണ്ടീഷൻ ഉണ്ട്. എന്താ കണ്ടീഷൻ? 100 ആടിനെ തരണം. 30 വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്, നമുക്ക് ഇച്ചിരി വലുത് തന്നെ പിടിക്കാം. 100 ആട്. ഒരാടിന് എത്രയുണ്ട് വില? 10,000 രൂപയുണ്ട്. അപ്പോൾ 100 ആടാകുമ്പോൾ എത്രയായി? 100 ആടാകുമ്പോൾ എത്രയായി? 10 ലക്ഷം രൂപയായി. 10 ലക്ഷം രൂപ തരാം ഒന്നും മന്ത്രിക്കുന്നതിന്. നമ്മൾ മന്ത്രിക്കുന്നതിന് മൊയ്ലിയാർക്ക് കൊടുക്കുന്നത് എത്രയാണ്? 50 രൂപ, 100 രൂപ. സഹാബത്ത് മന്ത്രിക്കാൻ കൂലി ചോദിച്ചു. ഞാൻ അല്ലാഹ് ഇരിക്കട്ടെ, വേണ്ട, ഏറ്റവും ചുരുങ്ങിയത് എടുത്താൽ മതിയല്ലോ. 30 എന്നുള്ള റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ 30 ആട് വാങ്ങാൻ 3 ലക്ഷം രൂപ വേണം ഇന്ന്, ഏറ്റവും ചുരുങ്ങിയത് അല്ലേ? ഏറ്റവും ചുരുങ്ങിയ നല്ല ആടുകൾക്ക് ഒരു 10,000 രൂപ വെച്ച് കൂട്ടുകയാണെങ്കിൽ 30 ആടിന് 3 ലക്ഷം രൂപയായി. 3 ലക്ഷം രൂപ തരണം, ഞങ്ങൾ മന്ത്രിക്കാമെന്ന് പറഞ്ഞു. എന്തും തരാം, ഞങ്ങൾ മന്ത്രിച്ചാൽ മതി. സ്വഹാബത്ത് ചെന്നു, മന്ത്രിച്ചു. മന്ത്രിച്ച എന്താണ്? സൂറത്തുൽ ഫാത്തിഹയാണ്. ഫാത്തിഹ ഓതി മന്ത്രിച്ചു. വിഷമങ്ങടങ്ങ് ഇറങ്ങിപ്പോയി. അവർ 30 ആടിന് ഞങ്ങൾ സമ്മാനമായിട്ട് കൊടുത്തു. സമ്മാനമൊക്കെ കൈ കിട്ടിയപ്പോൾ സ്വഹാബത്തിന് ഒരു ടെൻഷൻ, പടച്ചോനെ ഇതിപ്പോൾ മുത്തുനബിതങ്ങളോട് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? എന്നിട്ട് നമുക്കിത് പങ്കിടുക. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് സംഭവം എത്തി. നബിതങ്ങൾ ചോദിച്ചു, മന്ത്രിച്ചോ? മന്ത്രിച്ചു. എന്താ മന്ത്രിച്ചത്? സൂറത്തുൽ ഫാത്തിഹ മന്ത്രിച്ചു. നല്ല മന്ത്രം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മന്ത്രം. അപ്പം മന്ത്രിക്കാനുള്ള അനുവാദമായി, റെഡിയായി. അപ്പം ചോദിച്ചൊരു ചോദ്യമുണ്ട് മുത്തുനബിതങ്ങൾ, എന്താ കിട്ടിയത്? എന്താ കിട്ടിയത്? നബിയെ 30 ആട് കിട്ടി. എന്നാലേ ഒരു ഷെയർ എനിക്കും തരണം, നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം മന്ത്രിക്കാമെന്ന് മാത്രമല്ല, മന്ത്രിക്കുന്നതിന് കൂലി ചോദിച്ചു മേടിച്ചാലും തെറ്റില്ല എന്നാണ് ഈ പറയുന്നത്. അതിൽ നിന്നൊരു ഷെയർ ചോദിച്ചിട്ടുണ്ടാര് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആലോചിക്ക്, സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്, വേണമെങ്കിൽ എടുത്ത് മറിച്ച് നോക്കാമല്ലോ. ആർക്കും ലഭിക്കുന്ന കാര്യമല്ലേ? മുത്തുനബിതങ്ങൾ മന്ത്രിക്കുന്നതിന് അനുവാദം കൊടുത്തു മാത്രമല്ല, മന്ത്രിച്ച് കിട്ടിയ പൈസയിൽ നിന്ന് ഷെയറും ചോദിച്ചിട്ടുണ്ടെന്നാണ്. അതിനകത്ത് ഉസ്താദന്മാർക്ക് ഇനി 3 ലക്ഷം ചോദിക്കണമെന്നോ 30 ലക്ഷം ചോദിക്കണോ ഒന്നുമല്ല. അതായത് മന്ത്രിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ ഒരു ഏതെങ്കിലും ഒരു മനുഷ്യനെ നമ്മൾ ഹദിയായിട്ട് കൊടുക്കുന്നത്, അവരിപ്പോൾ നിങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങുന്നൊന്നുമല്ലല്ലോ അല്ലേ? അവർ പിടിച്ചു വാങ്ങുന്നുണ്ടോ? നിങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ അവർ വെറുതെ പോവും, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിൻ്റെയൊക്കെ പേരിൽ ആക്ഷേപിക്കുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ ആക്ഷേപം ചൊരിയുന്നത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽക്കാണ്. വിവരം വേണ്ടേ? അറിവില്ലായ്മ കൊണ്ട് ആകെ കബളിപ്പിക്കപ്പെട്ടു പോയിട്ടുണ്ട് ഈ ജനങ്ങൾ. അല്ലാഹു ഉമ്മത്തിന് ബോധം നൽകുമാറാകട്ടെ. മറ്റൊരു പ്രത്യേകത ഇങ്ങനെയാണ്, ഒരു മനുഷ്യൻ രോഗബാധിതനായി കിടന്നാൽ 41 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതി അയാൾക്ക് മന്ത്രിച്ചു കൊടുത്താൽ അയാളുടെ പ്രയാസങ്ങൾ നീങ്ങിപ്പോകുന്നതാണ്. അത്ഭുതകരമായി ശിഫ അയാൾക്ക് ഹൈറാണെങ്കിൽ അള്ളാഹു കൊടുക്കും എന്നുള്ളതാണ്. 15-ാമത്തേത്, ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്പം പഞ്ഞി, ഒരു തുണിയോ പഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ എടുക്കുക. കോട്ടനാണ് ബെറ്റർ. പഞ്ഞി എടുത്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ പഞ്ഞിയിൽ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാം. എത്ര തവണ ഓതണം? 7 തവണ. ഒരു മുറിവ് പറ്റിയ സ്ഥലത്ത് മരുന്ന് വെക്കാൻ വേണ്ടിയിട്ടാണല്ലേ. അപ്പോൾ 7 തവണ സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ഉമിനീര് വരുന്ന രീതിയിൽ ഇസ്ഫി എന്ന് ഊതുക. ഇസ്ഫി എന്ന് ഊതിയിട്ട് 7 തവണയായി കഴിഞ്ഞാൽ ആ പഞ്ഞി കൊണ്ട് മുറിവ് ഉള്ള ഭാഗത്ത് പതിയെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ മുറിവ് ശമിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും, വേദന കുറയുന്നത് അനുഭവിക്കാൻ കഴിയും. മറ്റൊരാൾ ചെയ്യുന്നത് നമുക്ക് പ്രയാസമാണെങ്കിൽ സ്വയം ചെയ്താലും മതി. സ്വയം സൂറത്തുൽ ഫാത്തിഹ ഓതുക. അപ്പോൾ നമ്മൾ ഉമിനീരാകുമ്പോൾ നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവ് ചെയ്തു കൊടുക്കുക, ഭർത്താവിന് ഭാര്യ ചെയ്തു കൊടുക്കുക, എന്ത് മനോഹരമായ കാര്യമാണ്. ഓക്കെ. 16-ാമത്തേത്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒന്നും സാധിക്കുന്നില്ല ഉസ്താദേ. 313 സൂറത്തുൽ ഫാത്തിഹ നെയ്യത്താക്കി ഓദിക്കോ. ബദരീങ്ങളുടെ എണ്ണല്ലേ?
അള്ളാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ എളുപ്പാക്കി തരും. അപ്പോൾ ഇടങ്ങിയ ഉസ്താദെ 313 ഓതാൻ നേരമില്ല, ഒരു വലിയ പ്രയാസമാണ്, ഉടനെ നീങ്ങിക്കിട്ടണം, പ്രയാസങ്ങൾ മാറിക്കിട്ടണം, വലിയ ആഗ്രഹമാണ് ഉസ്താദെ. എന്നാലൊരു കാര്യം ചെയ്യൂ, ഇശാഇൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ സൂറത്തുൽ ഫാത്തിഹ 40 തവണ മനസ്സറിഞ്ഞ് ഓതി നോക്ക്. മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇശാ ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഇടയിലായിട്ട് ഒരു 40 തവണ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാം. 18-ാമത്തേത്, മക്കൾക്ക് ഓർമ്മശക്തി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? മക്കൾക്ക് നല്ല ഓർമ്മശക്തി കിട്ടാൻ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കാം, എന്നിട്ട് 7 ദിവസം, ഓരോ ദിവസവും 70 ഫാത്തിഹ, ഇന്ന് 70 ഫാത്തിഹ, നാളെ 70 ഫാത്തിഹ, അങ്ങനെ 7 ദിവസം മന്ത്രിക്കുക. 7 ദിവസം മന്ത്രിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ കൊടുത്താൽ നല്ല മെമ്മറി, ഗ്രാസ്പിംഗ് പവർ അവർക്ക് ലഭിക്കും എന്നുള്ളതാണ് സ്വാലിഹീങ്ങൾ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 19-ാമത്തേത്, എവിടെയെങ്കിലുമൊക്കെ ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത്, ഇപ്പോൾ കൈവേദനയാണെങ്കിൽ കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മുടെ മറ്റേ ഒരു വലതേ കൈ അല്ലെങ്കിൽ ഏതെങ്കിലും കൈ വെച്ചിട്ട് എന്ത് ചെയ്യാം, മറ്റൊരാൾ ചെയ്തു കൊടുത്താൽ വളരെ മനോഹരമായി, നമുക്ക് തന്നെ ചെയ്യാവുന്നതിനുള്ളൊരു കുഴപ്പമില്ല. കൈ വെച്ചിട്ട് 7 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതുക. ആ വേദന പതിയെ കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. 20-ാമത്തേത്, സഹറിൻ്റെ നേരം, അതായത് ഇടയത്താഴ സമയം, നമ്മൾ തഹജ്ജുദൊക്കെ നിസ്കരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് 41 തവണ സൂറത്തുൽ ഫാത്തിഹ നിങ്ങൾ ഓതിയാൽ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു എളുപ്പം തരും. ഉസ്താദേ കാമ റെഡിയാവണില്ല, ലൈസൻസ് റെഡിയാകുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ ജയിലിലാണ്, അന്യായമായ തടങ്കലിലാണ്, ലൈസൻസ് റെഡിയാകുന്നില്ല, പാസ്പോർട്ട് റെഡിയാകുന്നില്ല, ഒരുപാട് പ്രയാസങ്ങളാണ്. ഇതുപോലെ ചെയ്തോ, സഹറിൻ്റെ സമയത്ത് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ടെ ഒരു 41 പ്രാവശ്യം സൂറത്തുൽ ഫാത്തിഹ ഓതി ഈ കാര്യങ്ങളൊക്കെ അള്ളാഹിനോട് പറഞ്ഞു, അള്ളാഹു എല്ലാം എളുപ്പാക്കി തരും, പ്രയാസങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കും. 21-ാമത്തേത്, ഹോസ്പിറ്റലുകളിൽ നിന്ന് കൈയൊഴിഞ്ഞ രോഗികൾ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ സുബ്ഹ് നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, സുബഹിയുടെ സുന്നത്ത്, മുമ്പുള്ള സുന്നത്ത്, ആ സുന്നത്ത് നിസ്കരിച്ചിട്ട് സുബഹി നിസ്കരിക്കുന്നതിന് മുൻപായിക്കൊണ്ട് 41 തവണ സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് അള്ളാഹിനോട് ദുആ, പടച്ചോനെ ഹോസ്പിറ്റലിൽ നിന്ന് കൈയൊഴിഞ്ഞു, നീ കൈയൊഴിഞ്ഞിട്ടില്ലല്ലോ അല്ലാ, ഈ മനുഷ്യന് ജീവിതമാണ് ഹൈറെങ്കിൽ നീ ആഫിയത്തുള്ള ദീർഘായുസ് എത്രയും പെട്ടെന്ന് കൊടുക്കണേ അല്ല, മറിച്ചാണ് ഖളാ എങ്കിൽ ഈമാൻ സലാമത്താക്കണേ അല്ല, ഇട്ട് നരകിപ്പിക്കല്ലേ അല്ല. 41 തവണ പതിവായിട്ടൊന്ന് ഓതി നോക്കിയേ, ആ ജീവിതത്തിൽ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാലൊന്ന് ഹൈറായത് എളുപ്പമാകും എന്നുള്ളതാണ്. 22-ാമത്തേത്, നമുക്ക് ചിലപ്പോഴൊക്കെ ഭയങ്കര ക്ഷീണം, കിതപ്പ്, പ്രയാസമൊക്കെ അനുഭവപ്പെടാറുണ്ട്. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണമെന്നറിയോ? സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലിയിട്ട് സൂറത്തുൽ ഫാത്തിഹ 1 തവണ ഓതുക, അല്ലെങ്കിൽ 3, അല്ലെങ്കിൽ 7, അല്ലെങ്കിൽ 11, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒറ്റ സംഖ്യകളാക്കി നിങ്ങൾക്ക് ഓതാം. ഒരെണ്ണമെങ്കിലും ഓതിയിട്ട് കയ്യിൽ ഇശ്ഫി എന്ന് മന്ത്രിച്ച് നമ്മുടെ മുഖത്തും നമ്മുടെ വയറ്റിലും ഒക്കെ ഒന്ന് തടവി കൊടുത്താൽ നമ്മുടെ ആ ഒരു ക്ഷീണം മാറി നല്ലൊരു ഉന്മേഷം നമുക്ക് ഫീൽ ചെയ്യുന്നത് നമുക്കത് അറിയാൻ കഴിയും, നമുക്കത് അനുഭവിക്കാൻ കഴിയും എന്നുള്ളതാണ്. 23-ാമത്തേത്, ഏത് കാര്യത്തിൻ്റെ തുടക്കവും ഫാത്തിഹ ഉണ്ടായാൽ അതിൽ ബറക്കത്തുണ്ടാവും. ഖുർആനിൻ്റെ തുടക്കം ഫാത്തിഹ ഉണ്ടല്ലേ, നിസ്കാരത്തിൻ്റെ തുടക്കം ഫാത്തിഹ ഉണ്ടല്ലേ, പക്ഷെ അത് തുടങ്ങേണ്ട രീതിയിലായിരിക്കണം. വെറുതെ അങ്ങനെ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇഖ്ലാസ് ഇല്ലാതെ തജ്വീദ് ഇല്ലാതെ അങ്ങ് ഓതിപ്പോയാൽ ശരിയാവില്ല. ഏത് കാര്യവും അതുകൊണ്ടല്ലേ നമ്മൾ ഒരു കട തുടങ്ങുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, ഏതൊരു കാര്യമാകട്ടെ, ഒരു രാവിലെ നമ്മൾ എണീറ്റ് ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതി ഇറങ്ങിക്കോ, അല്ലാഹു ബറക്കത്ത് ചെയ്യും. അതുകൊണ്ടല്ല നമ്മൾ ഏതൊരു കാര്യം തുടങ്ങുന്നതിന് മുമ്പും അൽ ഫാത്തിഹ വിളിച്ചങ്ങ് തുടങ്ങണേ, അതൊരു ബറക്കത്താന്നേ, അതിൽ അള്ളാഹു പ്രത്യേകമായ ബറക്കത്ത് ചെയ്യും എന്നുള്ളതാണ്. 24-ാമത്തേത്, നിരന്തരം ഫാത്തിഹ പതിവാക്കുന്ന മനുഷ്യരുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ഖബറിൽ പുറത്തു കൊടുക്കും, അവരുടെ അദാബിൽ ലഘൂകരണം അള്ളാഹു നടത്തും, ലഘൂകരിച്ചു കൊടുക്കും. അപ്പോൾ ഹദിയ കൂടെ ചെയ്താലോ, ആ ഫാത്തിഹ ഓതി എൻ്റെ ഉമ്മാടെയും പാപ്പാടെയും ഖബറിലേക്ക് ഞാൻ ഹദിയ ചെയ്യുന്നു എന്ന് ചെയ്താലോ, ദുആ ചെയ്താലോ ഇരട്ടി മധുരാണ്. ഹദിയ ചെയ്യാതെ തന്നെ ഫാത്തിഹ കൊണ്ട് അള്ളാഹു മാതാപിതാക്കൾക്ക് ഗുണം കൊടുക്കുമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 25-ാമത്തേത്, സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കും. അള്ളാനെ മറക്കാത്ത ഐശ്വര്യം പടച്ചോൻ തരും. ഓതണ്ട പോലെ ഓതിയാൽ എനിക്കെൻ്റെ ഉടമയായ റബ്ബുണ്ട് എന്നുള്ള ബോധ്യത്തിൽ സൂറത്തുൽ ഫാത്തിഹ ഓതിയാലേ നമ്മളറിയാത്ത മാർഗ്ഗത്തിലൂടെ അള്ളാഹു നമുക്ക് സമ്പത്ത് തരും. ഒരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരില്ല. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹക്കുള്ളത്. അത്ര മനോഹരമായ സൂറത്താണ്. പലരും പറയാറുണ്ട് ഉസ്താദേ ഞാനൊക്കെ ഓതാറുണ്ട്, നടക്കണില്ല. വറച്ചിലിൽ ഖുർആന തർചീലാ, ഖുർആൻ നിങ്ങൾ ഭംഗിയായി ഓതണേ. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ. വറച്ചിലിൽ ഖുർആന തർച്ചീല എന്ന് പറഞ്ഞിട്ട് മുത്തുനബിയോട് പറഞ്ഞാണ് ഭാരമുള്ള കുറേ കാര്യങ്ങൾ വരാനുണ്ട് നബിയെ, അതൊക്കെ എളുപ്പമാകണമെങ്കിൽ ഖുർആൻ മനോഹരമായി ഓതിയാൽ മതി എന്നാണ്. നമ്മൾ ഖുർആൻ മനോഹരമായി തജ്വീദോടെ ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഭാരമുള്ളതൊക്കെ നമുക്ക് എളുപ്പമായി തീരുന്നേ. അള്ളാൻ്റെ വാഗ്ദത്താണ്. നമ്മൾ ശരിയാണില്ല എന്ന് പറയണത് എന്താ? അപ്പോൾ അള്ളാൻ്റെ ഈ വാഗ്ദത്തം നമ്മൾ അംഗീകരിക്കാത്തതുകൊണ്ടാണ് മനോഹരമായിട്ട് നമ്മൾ ഓതിയിട്ടില്ല. നമ്മൾ ഓരോ പണിയുടെക്കിടയിൽ ഒരു ഇഖ്ലാസ് ഇല്ലാതെ ആശയം ചിന്തിക്കാതെ വെറുതെ അങ്ങനെ കടങ്ങടെ ഓതിപ്പോവുക, കൂലിയിട്ടും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നടക്കണ്ടേ? ഓതേണ്ടതുപോലെ ഓതാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ ചോദ്യം,
ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബാലയത്തിനരികിൽ നിസ്കരിക്കുമ്പോൾ അവിടുന്ന് സുജൂദിൽ കിടക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ടുപോയി മുത്ത് ഹബീബിൻ്റെ കഴുത്തിലിട്ട് കൊടുത്ത ആ നീചനായ മനുഷ്യൻ്റെ പേരെന്താണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. നമുക്കിന്ന് പതിവായി ചൊല്ലുന്ന ദിക്ർ ചൊല്ലിയതിന് ശേഷം മുത്ത് ഹബീബിൻ്റെ അല്പം അദ്ദേഹം ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യണം. അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ദുആകൾ, നമ്മുടെ മൗലിദുകൾ, നമ്മുടെ മജ്ലിസുകൾ എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم. مولاي صل وسلم دائما أبدا على حبيبي. سعد سعيد زبير طلحة وأبي عبيدة وابن عوف عشير الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم.